ആലപ്പുഴ സെമിനാരിയിലെ നവീകരിച്ച പള്ളി ചൊവ്വാഴ്ച രാവിലെ 9:30 മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വെഞ്ചരിക്കുമെന്ന് സെമിനാരി റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ തോമസ് പാലമുട്ടിൽ, കൺവീനർ ഫാദർ അഗസ്റ്റിൻ കല്ലേലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1951 സ്പെയിനിൽ നിന്നുള്ള കർമ്മലീത്ത വൈദികർ നിയോഗോതിക് വാസ്തുശില്പ രീതിയിൽ നിർമ്മിച്ചതാണ് ഈ പള്ളി. പഴയ വാസ്തുരീതി നഷ്ടമാകാത്ത വിധത്തിലാണ് 3.5 കോടിയിലേറെ രൂപ ചെലവഴിച്ച് ഇത് നവീകരിച്ചിട്ടുള്ളത്. ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയുടെ മനോഹരമായ ദേവാലയം 1951 നിർമ്മിച്ചതാണ്. 74 വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ കേടുപാടുകൾ പരിഹരിച്ച് ഇന്നത് വളരെ മനോഹരമായ രീതിയിൽ പൂർവ്വ ഭംഗിയോടുകൂടെ നവീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം നാളെ നമ്മൾ നടത്തുകയാണ്. അതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇറ്റലിയിലെ മാർബിൾ കൊണ്ടാണ് ആൾത്താര നിർമ്മാണം. ഒറ്റ മാർബിൾ കല്ലിൽ തീർത്തതാണ് ഇവിടുത്തെ ബലിപീഠം എന്ന സവിശേഷതയുമുണ്ട്. അതീവ ആത്മീയ തേജസ് പകരുന്ന ഉണ്ണീശോയെ വഹിച്ചു നിൽക്കുന്ന വിശുദ്ധ ഔസേപ്പിന്റെ വളരെ വിരളമായ രൂപം പ്രസിദ്ധ ഇറ്റാലിയൻ ചിത്രകാരനായ മാരിയോ ബാർബറീസിന്റെ കരവിരുതിൽ വിരിഞ്ഞ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന അന്ത്യ അത്താഴത്തിന്റെ തെളിമയാർന്ന ചിത്രം ബ്രിട്ടീഷ് പാർലമെന്റിന്റെയും കാൻറ്റർബറി കത്തീഡ്രലിന്റെയും ഗ്ലാസ് ചിത്രങ്ങൾ നിർമ്മിച്ച ലണ്ടൻ ആസ്ഥാനമായ ഗോഡാർഡ് ആൻഡ് ഗിബ്സ് ആർട്ട് സ്റ്റുഡിയോ ഒരുക്കിയ 27 സ്റ്റെയിൻ ഗ്ലാസ് ചിത്രങ്ങൾ, യൂറോപ്പിൽ പ്രചാരത്തിലിരുന്ന നിയോ ഗോതിക് വാസ്തുവിദ്യ, വിലയേറിയ മൊസൈക് മാർബിളുകൾ കൊണ്ടുള്ള തൂണുകളും തറയും എന്നിവയെല്ലാം പൂർവാധികം ഭംഗിയോടെ നവീകരിച്ചിരിക്കുന്നു. ഇതിനു പുറമെ 18 സ്റ്റെയിൻ ഗ്ലാസ് ചിത്രങ്ങൾ പുതിയതായി സ്ഥാപിച്ചിട്ടുണ്ട്. ചരിത്ര പ്രസിദ്ധമായ ഈ സെമിനാരിയുടെ ദേവാലയം, അത് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ 1951 പണി കഴിപ്പിച്ച് ആശീർവദിച്ചതാണ്. 74 വർഷങ്ങൾ പിന്നിടുന്നു. കാലപ്പഴക്കം കൊണ്ട് വന്ന കേടുപാടുകൾ പരിഹരിച്ച് സമൂലമായ ഒരു നവീകരണം നടത്തി വീണ്ടും കൂദാശ ചെയ്യപ്പെടുകയാണ് നാളെ, അതായത് ജനുവരി 28 ചൊവ്വാഴ്ച രാവിലെ 9:30. കൂദാശ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് സീറോ മലബാർ സഭയുടെ തലവൻ പിതാവുമായ മാർ റാഫേൽ തട്ടിൽ പിതാവാണ്. കൂടാതെ ഈ സെമിനാരിക്ക് 3 അഭിവന്യ പിതാക്കന്മാരാണ് കമ്മീഷൻ അംഗങ്ങളായിട്ടുള്ളത്. അവരും ഇതര അഭിവന്യ പിതാക്കന്മാരും കർമ്മങ്ങളിൽ പങ്കെടുത്തു. യൂറോപ്പിൽ മധ്യകാലങ്ങളിൽ നിലവിലുണ്ടായിരുന്ന നിയോ ഗോത്തിക് ആർക്കിടെക്ചറൽ ഘടനയാണ്. അതുകൊണ്ടാണ് ഈ പള്ളിയുടെ ഗോപുരങ്ങൾ മുകളിലോട്ട് സൂചി പോലെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്. മനുഷ്യനെ സ്വർഗത്തോളം എത്തിക്കുന്ന ഒരു ദൈവിക ഇടം എന്ന അർത്ഥം വരുന്ന, അല്ലെങ്കിൽ ആ ഘടനയിൽ നിർമ്മിച്ചിരിക്കുന്ന ദേവാലയമാണ്. ഇതിൻ്റെ മറ്റു ചില പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്ര അധികം സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് ഉള്ള മറ്റൊരു ദേവാലയം ഇല്ല. സ്റ്റെയിൻഡ് ഗ്ലാസ് യൂറോപ്പിലെ, പ്രത്യേകിച്ച് മധ്യകാലഘട്ടത്തിലെ ദേവാലയ നിർമ്മിതിയിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കലാരൂപമാണ്. വളരെ സങ്കീർണമായ രീതിയിൽ നിർമ്മിച്ച് ദേവാലയങ്ങളെ അലങ്കരിക്കാനും അതിൽ പ്രവേശിക്കുന്നവർക്ക് ദൈവാനുഭവം നൽകാനുമായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സ്റ്റെയിൻ ഗ്ലാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നിർമ്മിച്ചിരിക്കുന്നതും ഇവിടെ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നതും ലോകപ്രശസ്ത സ്റ്റെയിൻ ഗ്ലാസ് നിർമ്മാതാക്കളായ ഗോഡാർഡ് ആൻഡ് ഗിബ്സ്. അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ സ്റ്റെയിൻ ഗ്ലാസ് നിർമ്മിച്ച് ഇൻസ്റ്റോൾ ചെയ്തതാണ്. അതുമാത്രമല്ല, ലണ്ടനിലെ കാൻറ്റർബറി കത്തീഡ്രലിലെ സ്റ്റെയിൻഡ് ഗ്ലാസ് നിർമ്മിച്ച് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ലോകപ്രശസ്തമായ ഒരു കമ്പനിയുടെ വളരെ അപൂർവമായ സ്റ്റെയിൻ ഗ്ലാസ്സാണ്. ഇവിടെ നമുക്ക് ഏകദേശം 27 പാനൽസാണ് വിൻഡോസും പള്ളിയുടെ മുഖവാരത്തിലും അൾത്താരയിലുമായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള നിർമ്മിതിയാണ്.
ഒരുപക്ഷെ ഇന്ന് അത്തരമൊന്ന് നിർമ്മിക്കാൻ സാധിക്കത്തില്ല. നിർമ്മിക്കണേ തന്നെ കോടികൾ ആവശ്യമാണ്. ദേവാലയത്തിനല്ല, സ്റ്റെയിൻ ഗ്ലാസിന്. പിന്നെ ദേവാലയത്തിൻ്റെ അൾത്താരയിലെ മാർബിൾ ഇറ്റലിയിലെ കരാറ മാർബിൾ ഖനിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വിവിധ നിറത്തിലുള്ള മാർബിൾ കൊണ്ടാണ് അൾത്താര ക്രമീകരിച്ചിരിക്കുന്നത്. അൾത്താരയുടെ ബലിപീഠം അത് വലിയൊരു സ്ട്രക്ചറാണ്. അത് ഒറ്റ മാർബിൾ കല്ലിലാണ് തീർത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആലുവ.